കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറയുന്ന ബുക്കിലെ 39ാമത്തെ മെസ്സേജിൻ്റെ തേർഡ് പാർട്ടാണ് വായിക്കുന്നത്. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടിയും മർദ്ദിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ പിശാചിൻ്റെ ശക്തി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ലോകം പരീക്ഷിക്കപ്പെടാൻ പോകുന്നത് ഓരോരുത്തർക്കും മറ്റുള്ളവരോടുള്ള സ്നേഹത്തിൻ്റെ അളവനുസരിച്ചായിരിക്കും. എന്നോടും എൻ്റെ പിതാവിനോടുമുള്ള അവരുടെ സ്നേഹത്തിൻ്റെ അളവുകോലും യഥാർത്ഥ പ്രതിഫലനവും ആ പരസ്നേഹം തന്നെയാണല്ലോ. ദൈവത്തിൻ്റെ കരത്തെ എതിർത്ത് നിൽക്കരുത്. എൻ്റെ പിതാവ് അനുവദിക്കുന്ന പരീക്ഷണങ്ങളുടെ അവസാനം ഭൂമിയിലുള്ള അവിടുത്തെ വിശ്വസ്ത സാക്ഷികളുടെ മഹത്തായ ഒരു കൂട്ടിച്ചേർക്കൽ നടക്കാനിരിക്കുന്നതിനാൽ ആഹ്ലാദിക്കുക. ഞാൻ ദുർബലരെയും വിനീതരെയും എളിയവരെയും നീതിമാന്മാരെയും ഒരു വശത്തും തങ്ങളെ തന്നെ ഉയർത്തുന്നവരെയും എൻ്റെ പ്രബോധനങ്ങൾക്ക് അതരസേവ ചെയ്യുകയും എന്നാൽ അതേസമയം തന്നെ തങ്ങളുടെ ഹൃദയത്തിൽ മറ്റുള്ളവരെ ശപിക്കുന്നവരെയും മറുവശത്തുമായി വേർതിരിക്കും. ഇതാ ഞാൻ ഗോതമ്പും പതിരും തമ്മിൽ വേർതിരിക്കുന്നു. അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും വിശ്വാസം പരീക്ഷിക്കപ്പെടും. ആ പരീക്ഷണമാകട്ടെ അവർ മുഴുവൻ പ്രകമ്പനം കൊള്ളുന്നതുവരെ നീണ്ടു നിൽക്കുകയും ചെയ്യും. ദൈവത്തിൽ വിശ്വസിക്കാത്തവരെയും സത്യദൈവത്തെ തിരസ്കരിക്കുന്നവരെയും തങ്ങളുടെ ഹൃദയത്തിൽ എൻ്റെ ശത്രുവായ പിശാചിന് അടിയറവ് വെച്ചവരെയും എല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നു. എല്ലാ ആത്മാക്കൾക്കും എൻ്റെ മുൻപിൽ ഒരേ സ്ഥാനമായിരിക്കും. ആ സമയത്തിനുള്ളിൽ എന്നെ ആശ്ലേഷിക്കുന്നവർക്ക് എല്ലാ കൃപകളും നൽകപ്പെടുകയും ചെയ്യും. ഭൂമിയിലെ എൻ്റെ സഭ ആക്രമിക്കപ്പെടുകയാണ്. അതിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ എൻ്റെ ശരീരം വീണ്ടും ക്രൂശിക്കപ്പെടുന്നു എന്നാണ്. ഇതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ എൻ്റെ ശരീരം സന്നിഹിതമായിരിക്കില്ല എന്നാണ്. അത് സത്യമായും സംഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പരിഭ്രമിക്കരുത്. ദൈവത്തിൻ്റെ മക്കളായ നിങ്ങൾക്ക് ഈ മ്ലേച്ഛത മൂലമുണ്ടാകാൻ പോകുന്ന നിരാശയും പ്രത്യാശ നഷ്ടപ്പെട്ട അവസ്ഥയും എൻ്റെ രണ്ടാം വരവിന് മുൻപായി നിങ്ങൾ അഭിമുഖീകരിക്കുകയും അതിജീവിക്കുകയും ചെയ്യേണ്ട അവസാന മത്സരമാണ്. എൻ്റെ സഭയുടെ നേതാവായി അവരോധിക്കപ്പെടുന്ന വ്യാജപ്രവാചകൻ തൻ്റെ സ്ഥാനവസ്ത്രങ്ങൾ അണിയാൻ തയ്യാറായിരിക്കുന്നു. എന്നാൽ അതാകട്ടെ അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയല്ല താനും. അവൻ എൻ്റെ സഭയെ ഭിന്നിപ്പിക്കുകയും എൻ്റെ പരിശുദ്ധ കുർബാനയെ അശുദ്ധമാക്കുകയും ചെയ്യും. ഇത് തീഷ്ണതയുള്ള കത്തോലിക്കർക്കു മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ ക്രിസ്ത്യാനികൾക്കും തങ്ങളുടെ വിശ്വാസത്തെ സംബന്ധിക്കുന്ന മഹാപരീക്ഷയുടെ സമയമായിരിക്കും.